ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ് എൽനിനോ. എൽനിനോയുമായി ബന്ധപ്പെട്ട് അത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയെയും GDPയെയും എത്രമാത്രം ബാധിക്കുമെന്നും അത് ഒരുപക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ എത്രമാത്രം എഫക്റ്റ് ചെയ്യുമെന്നതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ആശങ്ക നിലവിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൽനിനോ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം പസഫിക് സമുദ്രത്തിലെ ജലനിരപ്പ് അസാധാരണമായി ചൂടാകുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇത് ഗ്ലോബൽ ക്ലൈമറ്റിനെ വലിയ രീതിയിൽ മാറ്റിമറിക്കുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ ഇതിനോടകം തെളിയിച്ച സംഭവമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എൽനിനോൺ സാധാരണയായിട്ട് മൺസൂൺ കുറയാനും അതുപോലെ കടുത്ത ചൂടിനും കാരണമാകാറുണ്ട്. ഈ 2026 ശക്തമായ ഒരു എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നുണ്ടെന്ന് IMD കാലാവസ്ഥാ നിരീക്ഷകർ ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ എൽനിനോ എന്ന് പറഞ്ഞ ഈ ഒരു പ്രതിഭാസം ഉടലെടുക്കുന്നത് 1600-കളിൽ തെക്കേ അമേരിക്കൻ രാജ്യമായ പെറുവിലെ ആ ഒരു പസഫിക് സമുദ്ര തീരത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം കണ്ടെത്തുന്നതും ഇതിന് അങ്ങനെ ഒരു പേരിടുന്നതും. സാധാരണയായിട്ട് എല്ലാ വർഷവും ഡിസംബർ മാസങ്ങളിൽ ക്രിസ്മസ് സമയത്ത് ഈ പെറുവിൻ്റെ കടൽ തീരത്തുള്ള വെള്ളത്തിന് ചെറിയ ചൂട് കൂടാറുണ്ടായിരുന്നു. അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് ഇത് നടക്കുന്നത് കൊണ്ട് അത് യേശുക്രിസ്തുവിൻ്റെ ഒരു ജനനവുമായി ബന്ധപ്പെട്ട അതിനെ കണക്ട് ചെയ്തുകൊണ്ട് അവരിതിനെ ഉണ്ണി യേശു എന്ന് പേര് വിളിച്ചിരുന്നു. അഥവാ ഇതിൻ്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ സ്പാനിഷ് ഭാഷയിലെ ലിറ്റിൽ ചൈൽഡ് എന്നാണ്. ഇപ്പോൾ സാധാരണ ഈ പെറൂവിയൻ കടൽ തീരത്ത് ഡിസംബറിന് ശേഷം ഈ ചൂട് മാറിയിട്ട് കടൽ വീണ്ടും തണുക്കാറുണ്ട്. എന്നാൽ ചില വർഷങ്ങളിൽ ഈ ചൂട് മാസങ്ങളോളം നീണ്ടു നിൽക്കുകയും അത് സമുദ്രത്തിലെ മത്സ്യസമ്പത്തിനെ വൻതോതിൽ ബാധിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പോൾ കടൽ ചൂടാകുമ്പോൾ മീനുകൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലവകങ്ങൾ കുറയുകയും മീനുകൾ ചത്തുപൊങ്ങുകയോ മറ്റു ഭാഗങ്ങളിലേക്ക് മാറുകയോ ചെയ്യും. അപ്പോൾ ഇത് മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനത്തെ ബാധിച്ചിരുന്നു. അപ്പോൾ പിന്നീട് ശാസ്ത്രജ്ഞർ ഈ ഒരു പ്രതിഭാസത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇത് കേവലം പെറുവിൻ്റെ തീരത്ത് മാത്രം ബാധിക്കുന്ന ഒന്നല്ലെന്നും ആഗോള കാലാവസ്ഥയെ ഇന്ത്യയിലെ മൺസൂൺ ഉൾപ്പെടെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വലിയൊരു ക്ലൈമറ്റിക് ചേഞ്ച് ആണെന്നും അവർ തിരിച്ചറിഞ്ഞത്. എന്നാൽ എൽനിനോ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ ഒരു പ്രതിഭാസമല്ല. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് പലതവണ ഇന്ത്യയിൽ എൽനിനോ വരികയും അത് രാജ്യത്തിൻ്റെ മൺസൂണിനെയും കാർഷിക മേഖലയും ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും എൽനിനോ പ്രവചിക്കപ്പെടുമെങ്കിലും ഇന്ത്യ അതിനെ വിജയകരമായിട്ട് മറികടക്കാറുണ്ട്. പഴയ കാലത്തെ പോലെയല്ല, ഇന്ത്യ ഇപ്പോൾ ഇന്ത്യയുടെ ഡാമുകളിൽ ജലസംഭരണശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഡ്രിപ്പ് ഇറിഗേഷൻ, ഭൂഗർഭ ജലസേചനം എന്നിവ വ്യാപകമായതിനാൽ മഴ കുറഞ്ഞാലും നമ്മുടെ കൃഷിയെ അത് വലിയ തോതിൽ ബാധിക്കാറില്ല. കൂടാതെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുള്ള ഷോർട്ട് ഡ്യൂറേഷൻ സീഡ്സ് അഥവാ ബദലായിട്ടുള്ള വിത്തുകൾ, കർഷകരുടെ ഇൻഷുറൻസ് പദ്ധതികൾ, ഇതൊക്കെ കൃഷിനാശത്തിന്റെ ആ ഒരു ആഘാതം കുറക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാലാവസ്ഥ പ്രവചനങ്ങൾ വരുമ്പോൾ പൊതുവെ മീഡിയകൾ അതിനെ വലിയൊരു ദുരന്ത വാർത്തയായിട്ട് ചിത്രീകരിക്കാറുണ്ട്. അപ്പോൾ ഇത് മാർക്കറ്റിൽ ഒരു താൽക്കാലിക പരിഭ്രാന്തി ഉണ്ടാക്കുകയും ഒരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് പറയുന്ന രീതിയിലുള്ള ഒരു ഭീകരാവസ്ഥയിലേക്ക് അത് പോകാറുമില്ല. എങ്കിൽ പോലും ഇതിനെ നമുക്ക് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനാവില്ല. കാരണം എൽനിനോ വെറും ഒരു ഭീതിയല്ല, മറിച്ച് കൃത്യമായ സ്വാധീനമുണ്ടാക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതാണ് ചരിത്രം പറയുന്നത്. ഇപ്പോൾ മഴ കുറയുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ടും തക്കാളി, ഉള്ളി, പയറുവർഗ്ഗങ്ങൾ, പഞ്ചസാര എന്നിവയുടെ വില കുതിച്ചു വരുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നേരിട്ട് സാധാരണക്കാരൻ്റെ പോക്കറ്റിനെ ബാധിക്കും. അപ്പോൾ വിലക്കയറ്റം ഉണ്ടായ റിസർവ് ബാങ്കിന് പലിശ നിരക്ക് കുറക്കാൻ കഴിയില്ല. അപ്പോൾ ഉയർന്ന പലിശ നിരക്ക് തുടർന്നാൽ അത് ഭവന വായ്പയെയും മറ്റ് ബിസിനസ്സിൻ്റെ വായ്പകളെയും ഒക്കെ പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ അത് ചില സെക്ടറുകളിൽ വലിയ ഇടിവുണ്ടാക്കും. ഇപ്പോൾ ട്രാക്ടർ നിർമ്മാതാക്കൾ, ഗ്രാമീണ മേഖല ആശ്രയിക്കുന്ന FMCG കമ്പനികൾ, അതൊക്കെ ഈ കമ്പനികളുടെ സെയിൽസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഈ വർഷത്തെ ഈ എൽനിനോയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇന്ത്യ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാർഷിക മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തെ ഏകദേശം 315 ജില്ലകളെ വരൾച്ച സാധ്യതയുള്ള പ്രദേശങ്ങളായി തരംതിരിച്ച് പ്രത്യേക മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട്. കൂടാതെ ICARൻ്റെ സഹായത്തോടെ ഓരോ ജില്ലയ്ക്കും അനുയോജ്യമായിട്ടുള്ള കൃഷിരീതികൾ നിശ്ചയിച്ചിട്ടുണ്ട്. മഴ കുറഞ്ഞാൽ നടാൻ കഴിയുന്ന, കുറഞ്ഞ കാലയളവ് കൊണ്ട് വിളവെടുക്കാൻ കഴിയുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഷോർട്ട് ഡ്യൂറേഷൻ വിത്തുകൾ സംഭരിച്ചിട്ടുണ്ട്. കൂടുതൽ വെള്ളം ആവശ്യമുള്ള നെല്ല്, കരിമ്പ് എന്നിവയ്ക്ക് പകരം കുറഞ്ഞ വെള്ളത്തിൽ വളരുന്ന റാഗി, ചോളം തുടങ്ങിയ മില്ലറ്റ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും ഗവൺമെൻറ് നയമാണ്. ഇപ്പോൾ ജലാശയങ്ങളിലുള്ള ഒരു ജലനിരപ്പ് നിരീക്ഷിക്കാൻ വേണ്ടി എൽനിനോ മോണിറ്ററിംഗ് സെൽ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ കുടിവെള്ളത്തിന് മുൻഗണന നൽകാനും ചെക്ക് ഡാമുകൾക്ക്, ഫാം പോണ്ടുകൾക്കും യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കാനും സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ ഈ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് വേഗത്തിൽ പണം ലഭിക്കാൻ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന എന്ന് പറയുന്ന
ഒരു ഇൻഷുറൻസ് പദ്ധതിയും അതുപോലെ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നിവയും കൂടുതൽ എഫക്റ്റീവായിട്ട് മാർക്കറ്റിൽ കൊണ്ടുവരാനും ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. കടുത്ത ചൂടും എല്ലിനയും കാരണം പല പകർച്ചവ്യാധികളും വളരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെയുള്ള രോഗങ്ങൾ അത് തടയാൻ സംസ്ഥാനങ്ങൾക്ക് പ്രതിരോധ സർവേകൾ നടത്താനുമൊക്കെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു പാനിക് സിറ്റുവേഷനിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സ് വലിയ ആശങ്കയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെറിയ തോതിലുള്ള ഒരു ഇമ്പാക്റ്റ് എല്ലിന് ഉണ്ടാക്കുമെങ്കിലും അവിടെ അതിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കുറേ സ്റ്റോക്കുകളും അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നപ്പോൾ ONGCയും ഓയിൽ ഇന്ത്യ പോലുള്ള സ്റ്റോക്കുകളിൽ അത് പോസിറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. അതേസമയം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളായിട്ടുള്ള BPCL, HPCL അത് നെഗറ്റീവായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതേപോലെ എൽനിനോ വരുമ്പോൾ ചില സെക്ടറുകളിൽ അത് പോസിറ്റീവ് ആകുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് പവർ ആൻഡ് എനർജി സെക്ടറിലുള്ള സ്റ്റോക്കുകളാണ്. കാരണം ഈ കടുത്ത ചൂട് കാരണം രാജ്യത്ത് വൈദ്യുതിയുടെ ഉപയോഗം റെക്കോർഡ് നിരക്കിൽ അത് ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പവർ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾക്കും എനർജി എക്സ്ചേഞ്ചുകൾക്കും അത് വലിയ ഗുണമാകും. ഇപ്പോൾ NTPC, ടാറ്റ പവർ, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അദാനി ഗ്രീൻ, IEX ഇതൊക്കെ നല്ല ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്റ്റോക്കുകളാണ്. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, പ്രത്യേകിച്ച് AC കൂളിംഗ് പ്രൊഡക്റ്റുകൾക്കും വമ്പിച്ച ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. കാരണം ഉയർന്ന താപനില അത് AC, ഫ്രിഡ്ജ്, ഫാന് പോലെയുള്ള ഉപകരണങ്ങളുടെ വില കൂട്ടുവാൻ സഹായിക്കും. അപ്പോൾ അവിടെ നമുക്ക് വോൾട്ടാസ്, ബ്ലൂ സ്റ്റാർ, ഹെവൽസ് ഇന്ത്യ, ക്രോംപ്ടൺ ഗ്രീവ്സ്, വേൾപൂൾ ഇന്ത്യ പോലെയുള്ള സ്റ്റോക്കുകൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കും. അതുപോലെ തന്നെ ഈ മൈക്രോ ഇറിഗേഷൻ പൈപ്പ് കമ്പനികൾ, വാട്ടർ മാനേജ്മെൻറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളൊക്കെ ഈ ജലക്ഷാമം നേരിടാൻ ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ അവിടെ കൂടുതൽ പൈപ്പുകളുടെ ആവശ്യങ്ങൾ വരും. ഇപ്പോൾ ജെയിൻ ഇറിഗേഷൻ, സുപ്രീം ഇൻഡസ്ട്രീസ്, ആസ്ട്രൽ പൈപ്സ്, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ പല സ്റ്റോക്കുകളും ഈ ഒരു സാഹചര്യത്തിൽ ലൈംലൈറ്റിൽ വരുന്ന സ്റ്റോക്കുകളാണ്. അതുപോലെ ഈ പരമ്പരാഗത വളങ്ങൾക്ക് പകരം ക്ഷാമം വരാതിരിക്കാനും കുറഞ്ഞ വെള്ളത്തിൽ ഫലപ്രാപ്തി ലഭിക്കാനും സർക്കാർ നാനോ യൂറിയ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്രികൾച്ചർ അതുപോലെ അതിൻ്റെ ഫെർട്ടിലൈസർ മേഖലയിൽ പ്രവർത്തിക്കുന്ന പല കമ്പനികൾക്കും അവിടെ വലിയ മുന്നേറ്റം നടത്താൻ കഴിയും. ഇപ്പോൾ കോറോമൻഡൽ ഇന്റർനാഷണൽ, PI ഇൻഡസ്ട്രീസ്, കാവേരി സീഡ്സ് കമ്പനി, ധനുക അഗ്രിടെക് പോലെയുള്ള സ്റ്റോക്കുകൾ ലൈംലൈറ്റിൽ വരും. ഇതുപോലെ തന്നെ പകർച്ചവ്യാധികളും അതുപോലെ ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളും കൂടുമ്പോൾ ലാബ് ടെസ്റ്റുകളുടെയും മരുന്നുകളുടെയും ഒക്കെ ആവശ്യം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ ഫാർമ സെഗ്മെൻറ്റും തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യപ്പെടും. ഇപ്പോൾ ഇന്ത്യയിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എൽനിനോ വന്നത് കാരണം മുമ്പൊക്കെ എന്താണ് സംഭവിച്ചത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2009 കടുത്ത എൽനിനോയും അതിൻ്റെ വരൾച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. പകുതിയിലധികം പ്രദേശങ്ങളും കടുത്ത വരൾച്ച ഉണ്ടായി. മഴയിൽ ഏകദേശം 22% കുറവന്നുണ്ടായിരുന്നു. അപ്പോൾ മാർക്കറ്റ് മൊത്തത്തിൽ തകരുമെന്ന് കരുതിയെങ്കിലും നിഫ്റ്റി ഏകദേശം 75% നേട്ടമാണ് നൽകിയത്. അതിൻ്റെ ഒരു കാരണം 2008 ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസിന് ശേഷം മാർക്കറ്റ് ശക്തമായിട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഈ എൽനിനോ പ്രതിഭാസം വരുന്നത്. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ വലിയ തോതിൽ ഗ്ലോബൽ ലിക്വിഡിറ്റി വർദ്ധിച്ചപ്പോൾ FISന്റെ ശക്തമായ ഇൻഫ്ലോ നമ്മുടെ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയതോടെ എൽനിനോയും ഇതൊന്നും മാർക്കറ്റിനെ ബാധിക്കാത്ത രീതിയിൽ വമ്പിച്ച മുന്നേറ്റമാണ് അന്ന് നിഫ്റ്റി കാണിച്ചത്. ഇതുപോലെ 2014-15 തുടർച്ചയായ എൽനിനോ വർഷങ്ങളായിരുന്നു. ആ വർഷം മൺസൂൺ കുറവായിരുന്നെങ്കിലും കേന്ദ്രത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതും സാമ്പത്തിക പരിഷ്കരണങ്ങളിലുള്ള പ്രതീക്ഷയും കാരണം നിഫ്റ്റി 30%-ലധികം നേട്ടം കൈവരിച്ചു. അപ്പോൾ അവിടെ എൽനിനോയേക്കാൾ മാർക്കറ്റ് പ്രാധാന്യം കൊടുത്തത് രാഷ്ട്രീയ സ്ഥിരതയ്ക്കായിരുന്നു. ഇപ്പോൾ 2015 എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ എൽനിനോ വർഷങ്ങളിൽ ഒന്നായിരുന്നു. ഇപ്പോൾ 2014 അപേക്ഷിച്ചിട്ട് 2015 ഇൻഫ്ലേഷൻ വർദ്ധിക്കുകയും കമ്പനികളുടെ ലാഭം കുറയുകയും അത് നിഫ്റ്റിയെ ബാധിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 4% നഷ്ടം അന്ന് നിഫ്റ്റി രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ 2023 ഒരു എൽനിനോ പ്രതിഭാസം ഉണ്ടായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ വലിയ രീതിയിൽ മഴ കുറയുകയും രാജ്യം കടുത്ത ചൂടിലേക്ക് മാറുകയും ചെയ്തിരുന്നു. എന്നാൽ തുടക്കത്തിൽ മാർക്കറ്റ് ആശങ്ക രേഖപ്പെടുത്തിയെങ്കിലും FISന്റെയും റീറ്റെയിലേഴ്സിന്റെയും ശക്തമായ പിന്തുണയും മറ്റ് വ്യവസായ മേഖലകളിലുള്ള മികച്ച പ്രകടനവും കാരണം വലിയ തകർച്ച മാർക്കറ്റിൽ ഉണ്ടായില്ല. അപ്പോൾ മികച്ച പോസിറ്റീവ് റിട്ടേൺ തന്നെയാണ് ആ വർഷവും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൽനിനോ ഉണ്ടാകുമ്പോൾ മാർക്കറ്റ് മൊത്തമായിട്ട് തകരും എന്ന ഒരു ഭീതി പടർത്തുന്നത് ശരിയല്ല. ചില പ്രത്യേക സെക്ടറുകളിൽ ഒരുപക്ഷെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. അല്ല, പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റ് മാക്രോ എക്കണോമിക് കണ്ടീഷനിലാണ് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പം വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. അല്ലാതെ എൽനിനോ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ നമ്മൾ മാർക്കറ്റുകളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഷോർട്ട് ടേം വളറ്റിലിറ്റി ഉണ്ടാക്കുമെങ്കിലും വലിയ തോതിൽ ലോങ് ടേമിൽ അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.